ഉൽപ്പത്തി ഗ്രന്ഥം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. എന്തുകൊണ്ടാണ് ദൈവം വിശ്രമിച്ചത്? ദൈവം ക്ഷീണിതനായോ? അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം വിശ്രമിച്ചത്? ഇതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ 6 ദിവസം ജോലി ചെയ്തതിന് ശേഷം 7-ാം ദിവസം ദൈവത്തിനായിട്ട് സമർപ്പിക്കുക, ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തോട് സമയം ചിലവഴിക്കുവാനും ആ ദിവസം പ്രയോജനപ്പെടുത്തുക. അല്ലാതെ 7-ാം ദിവസം മുഴുവൻ ദിവസം കിടന്ന് ഉറങ്ങുക എന്നല്ല. ഉറക്കം നമുക്ക് എല്ലാ ദിവസവുമുണ്ട്, എല്ലാ ദിവസവും നമ്മൾ വിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ വിശ്രമം ഒരു ആധ്യാത്മിക വിശ്രമമാണ്, ഒരു നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശ്രമമാണ്. മത്തായിയുടെ സുവിശേഷം 11:28 ഈശോ തന്നെ പറയുന്നുണ്ട്: ദുഃഖിതരും പീഡിതരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഈ ഒരു ആശ്വാസം, ഈ ഒരു വിശ്രമം ആണ് നമുക്ക് 7-ാം ദിവസം വേണ്ടത്. ദൈവത്തോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും ഒരു പുതിയ ഉന്മേഷം ലഭിക്കും, നമുക്ക് വിശ്രമം ലഭിക്കും. അതാണ് ഈ 7-ാം ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.